മച്ചാന്മാരെ ഞാൻ നിങ്ങളുടെ ദീപു മച്ചാനാണ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചായ കുടിക്കാനാണ് കേട്ടോ. ചായ എന്ന് പറയുമ്പോൾ വെറും ചായ അല്ല, നല്ല കിടുക്കാച്ചി കിറുമണി ഇറാനി ചായ കേട്ടോ. അതേ ഈ പാറ്റണ്ടാങ്ക് പോലെ ഇരിക്കുന്ന പാത്രങ്ങളുണ്ടോ, ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇഡലി കുട്ടും പോലെയൊക്കെ തോന്നുമെങ്കിലും സംഭവം നമ്മുടെ ഇറാനി ചായ ഉണ്ടാക്കുന്ന പാത്രം കേട്ടോ. ഈ മച്ചാനാണ് നമ്മുടെ ഇറാനി ചായ ഉണ്ടാക്കുന്ന ആൾ കേട്ടോ. ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ടോ, ഇതാണ് ഇറാനി ചായ. ഇതിൻ്റെ കൂടെ ഒരു സാധനം വയ്ക്കും. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ ഓസ്മാനിയ ബിസ്ക്കറ്റ്. ഇതൊരു ഇറാനി ചായ വാങ്ങുമ്പോൾ, ഇറാനി ചായക്ക് 20 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഒരു ഇറാനി ചായ വാങ്ങുമ്പോൾ ഒരു ഒസ്മാനിയ ബിസ്ക്കറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. പിന്നെ ഈ ചില്ലുംകൂട്ടിനകത്തൊക്കെ ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മതിലൊക്കെ ഇഷ്ടംപോലെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി ആംബിയൻസ് ഉണ്ടോ. കുറേ മച്ചാന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോഴേ. ഞാൻ മെനു ഒക്കെ നോക്കി ഒരു ഇറാനി ചായയും ഒരു മിൻറ്റ് ടീയും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ കഴിക്കാനായിട്ടൊരു മലായി ബന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറാനി ചായ വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഉസ്മാനിയ ബിസ്ക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു സിപ്പിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ചായ ലവറൊന്നുമല്ല, എനിക്ക് ചായ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കോഫി ലവറാണ് സത്യം പറഞ്ഞാൽ. കോഫി ഞാൻ അഡിക്റ്റൊന്നുമല്ല, വല്ലപ്പോഴും കുടിക്കും. ഓക്കെ, ഞാൻ വീട്ടിൽ പോലും ചായ കുടിക്കുന്ന ആളല്ല കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് അറിയണമല്ലോ, ഭയങ്കര ഹൈപ്പൊക്കെ കേട്ടപ്പോഴത്തേക്കേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി സാധനം, കിടക്കാച്ചി കിറുമണി ടേസ്റ്റായിരുന്നു കേട്ടോ. ഒസ്മാനിയ ബിസ്ക്കറ്റൊക്കെ ചായയിൽ മുക്കി കഴിക്കുമ്പോഴൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും, ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മലായി ബന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞു പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം അവർ വീണ്ടും ഒന്നേന്ന് ഉണ്ടാക്കി തന്ന കേട്ടോ. അപ്പോൾ പുള്ളി അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതാണ് മലായി ക്രീം കേട്ടോ. ഇത് നമ്മുടെ ഇറാനി ചായയുടെ മുകളിൽ വരുന്ന പാടയുണ്ടല്ലോ, ആ ഒരു പ്രോട്ടീൻസൊക്കെ വന്ന അടിയില്ല, ആ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ മലായി ക്രീം. അതിൽ സോസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല ഹീറ്റ് ചെയ്തിട്ടുള്ള ബന്നാണ് കേട്ടോ, നല്ല ചൂട് ബന്നായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ആ പിച്ചുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കീറി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ മലായി ഡിപ്പിൽ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ബൈറ്റ് എടുത്തപ്പോൾ എൻ്റെ പൊന്നും വച്ചാൽ വരെ എൻ്റെ സകല കിളിയും പോയി. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഞാൻ ആക്രാമം മൂത്തിട്ട് അതൊക്കെ പെട്ടെന്ന് പിച്ച് തിന്നു കേട്ടോ. അതും തിന്നു കഴിഞ്ഞ് നമുക്ക് ബാക്കി ഒരു ഒസ്മാനിയ ബിസ്ക്കറ്റും കൂടി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു കേട്ടോ. ഒസ്മാനിയ ബിസ്ക്കറ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒസ്മാനിയ ബിസ്ക്കറ്റ് വീണ്ടും വന്നു, അതും ആ മിൻറ്റ് ടീയും കൂടി കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് നിങ്ങൾ മറക്കണ്ട, ഇത് നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ പഴയതറ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഇറാനി ചായ വരുന്നത്. ഈ സ്പോട്ടിൽ കണ്ടോ ഒരുപാട് മച്ചന്മാരൊക്കെ ഈ പാതിരാത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയും കിട്ടില്ല ആംബിയൻസ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.